നമുക്ക് നിധിയുടെ സുധീഷിന്റെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് നിധിയുടെ സുധീഷിന്റെ പിറ്റേ ദിവസത്തെ വിശേഷങ്ങൾ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാണാൻ താല്പര്യമുള്ളവർ കയറി കാണുകയും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് രാജീവിന്റെ കള്ളത്തരങ്ങളൊക്കെ പുറത്തു വരുവാണ്. ഹരീഷ് ആ ഗുണ്ടയും പിടിച്ചോണ്ട് അകത്തേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും രാജീവിനും അരുണും ഒക്കെ ഞെട്ടിപ്പോയി. അയാളെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും നിധി ചോദിച്ചു, അല്ല ഇതാരാ ഹരീഷ് എന്ന് ചോദിച്ചു. ആ സമയത്ത് രാജീവൻ ഒരു ഞെട്ടലോടുകൂടി അയാളെ നോക്കിയിട്ട് പറഞ്ഞു, അല്ല ഇവനാണോ കാരണക്കാരൻ, ഇവനാണോ ബാഗ് അടിച്ചോണ്ട് പോയത്, എടാ നീയാണല്ലോ ബാഗ് അടിച്ചോണ്ട് പോയത് എന്നും പറഞ്ഞിട്ട് ആ ഗുണ്ടയുടെ കവളത്തിന്ന് കുറെ അടി അങ്ങോട്ട് കൊടുക്കുവാണ്. ആ സമയം സുഭാഷ് എന്ത് ചെയ്തു, രാജുവിന്റെ മുന്നിലേക്ക് അങ്ങ് ചെന്നു. എന്നിട്ട് അയാളെ തടയുവാണ്. വേണ്ട, ഇനി അയാളെ തല്ലണ്ടാന്ന് പറഞ്ഞു. എന്നാലും നിങ്ങൾ ഇങ്ങനെ ഒരു ചതിയൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. നിങ്ങൾ എത്രയോ വട്ടം എന്നോട് പറഞ്ഞു സന്തോഷത്തോടു കൂടിയിട്ട് നിധിയെയും സുധീഷിനെയും വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോന്നേന്ന്, അവർക്കൊരു ആപത്ത് പോലും വരാൻ നോക്കിക്കോളാന്ന്. പിന്നെ വീട്ടിൽ വന്ന് സന്തോഷത്തോടെ ആഹാരമൊക്കെ കഴിച്ച് ഒരു രാത്രിയിൽ ഉറങ്ങിയിട്ട് പോന്നേ. എന്നാലും ഞങ്ങളോട് ഈ ചതി ചെയ്യണ്ടായിരുന്നു പറഞ്ഞു. അപ്പോഴേക്കും നിധി ചോദിച്ചു, എന്താ സുഭാഷ് ഏട്ടാ, എന്താ കാര്യം, എന്താ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിധിയാണെങ്കിൽ കഥ അറിയാതെ ആട്ടം കാണുന്ന പോലെ നിധി നിൽക്കുന്നേ. നിധിക്കൊന്നും മനസ്സിലാവുന്നില്ല. സത്യാവസ്ഥകളൊക്കെ സുഭാഷിനും സുധീഷിനും ഒക്കെ അല്ലേ അറിയുള്ളൂ. അത് കേട്ട് കഴിഞ്ഞപ്പം സുഭാഷ് പറഞ്ഞു, അത് പിന്നെ നികേഷ് പറഞ്ഞു, നിധിയടുത്ത് കാര്യം ഞാൻ എന്താന്ന് വെച്ചാൽ പറയാം. നിധിയടുത്തിന്റെ അച്ഛനുണ്ടല്ലോ ഈ നിൽക്കുന്നേ രാജീവ് സാറ്, അയാളാണ് എല്ലാത്തിനും കാരണം എന്ന് പറഞ്ഞു. എൻ്റെ അച്ഛനോ? അതെ, ഈ പറയുന്ന ഗുണ്ടേനെയൊക്കെ പറഞ്ഞു വിട്ടത് ഇദ്ദേഹമാണെന്ന് പറഞ്ഞു. ഒരു നിമിഷം നിധി ഞെട്ടലോടുകൂടി തൻ്റെ അച്ഛനെ നോക്കണം. അപ്പോഴേക്കും രാജു പറഞ്ഞു, ഇല്ലില്ല, ഞാനൊന്നും ചെയ്തിട്ടില്ല മോളെ, നീ ഒന്നും വിശ്വസിക്കല്ലെന്ന് പറഞ്ഞു. അരുൺ പറഞ്ഞു, നിധി നിന്നെ എന്നെ തമ്മിൽ തെറ്റിക്കാനായിട്ട്, അല്ലെ നിന്റെ അച്ഛനെ തമ്മിൽ തെറ്റിക്കാനായിട്ട് ഇവർ ഓരോ കഥകളൊക്കെ ഇങ്ങനെ മെനഞ്ഞു കൂട്ടി ഉണ്ടാക്കി വിടുന്ന, നീ അതൊന്നും വിശ്വസിക്കരുതെന്ന് പറഞ്ഞു. നീ ഇങ്ങോട്ട് വാ, നമുക്ക് സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞ് നിധിയുടെ കയ്യിലേക്ക് അങ്ങോട്ട് പിടിച്ചു. ആ സമയം സുധീഷ് പറഞ്ഞു, ഞങ്ങൾ കള്ളക്കഥ ഉണ്ടാക്കിയതല്ലേ, അങ്ങനെയാണെങ്കിൽ കള്ളക്കഥയാണോ ഇല്ലയോ എന്ന് ഒന്ന് തെളിയിച്ചിട്ട് തന്നെ കാര്യമെന്ന് പറഞ്ഞു. അരുണിൻ്റെ മുഖമൊക്കെ അങ്ങോട്ട് മാറി. ഈ സമയത്ത് സുധീഷ് അയാളോട് പറഞ്ഞു, സത്യം പറയടാ, എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അയാൾക്ക് പിന്നെ കള്ളത്തരം പറയാൻ പറ്റുമോ, ഉള്ള സത്യമല്ലേ പറയാൻ പറ്റുള്ളൂ. അയാൾ പറഞ്ഞു, എല്ലാത്തിനും കാരണം ഈ രാജീവ് സാറാണ് ഞങ്ങൾക്ക് പണം തന്നിട്ട് സുധീഷിനെ തട്ടിക്കൊണ്ട് പോകാൻ പറഞ്ഞു. പിന്നീട് അവിടെ നടന്ന ഓരോ കാര്യങ്ങളും പറയുകയാണ്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നിധിക്ക് ദേഷ്യം വന്നു. നിധി അരുണിൻ്റെ കയ്യിലെ പിടുത്തങ്ങ് വിടുവിച്ചു, കൈയൊക്കെ തട്ടി മാറ്റി. എന്നിട്ട് നേരെ രാജുവിൻ്റെ മുന്നിലേക്ക് എല്ലുവാണ്. എന്നിട്ട് പറഞ്ഞു, എന്നാലും അച്ഛാ, ഞങ്ങളോട് ഈ ചതി വേണ്ടായിരുന്നു. ഇതിന് മാത്രം എന്ത് തെറ്റാ ഞാൻ ചെയ്ത അച്ഛനോട്. ഇതിനു മുമ്പ് ഈ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പം എൻ്റെ സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളും എല്ലാം അച്ഛൻ വലിച്ചു കീറി കളഞ്ഞു. ഞാൻ വിചാരിച്ചത് അതോടുകൂടി അച്ഛന് എന്നോടുള്ള ദേഷ്യമൊക്കെ മാറിക്കാണും, രണ്ടാമത് സ്നേഹത്തോടു കൂടിയിട്ടായിരിക്കും എൻ്റെ അടുത്തേക്ക് വന്നേന്ന്. പക്ഷെ ഒരു കാര്യം മനസ്സിലായി, അച്ഛൻ ഈ ജന്മത്തിൽ മാറില്ലാന്ന്. എങ്ങനെ കഴിയുന്നു സ്വന്തം മോളോട് ഈ ക്രൂരത ചെയ്യാനായിട്ട്? സുധീഷിന് എന്തെങ്കിലും പറ്റിയായിരുന്നെങ്കിലോ? അപ്പം മനഃപൂർവ്വം അച്ഛനെല്ലാം ക്രിയേറ്റ് ചെയ്തായിരുന്നല്ലേ, സുധീഷിനെ കൊല്ലുകയായിരുന്നു അച്ഛൻ്റെ ലക്ഷ്യമല്ലേന്ന് ചോദിച്ചു. അത് പിന്നെ മോളെ ഞാൻ അപ്പോഴേക്കും സുഭാഷ് പറഞ്ഞു, എന്നാലും ഇത്രയ്ക്ക് വേണ്ടിയിരുന്നില്ല സാറേ, സാറ് ചെയ്ത ഒരു കൊടും ക്രൂരതയായിപ്പോയി. എൻ്റെ അനുജന് എന്തെങ്കിലും സംഭവിച്ചായിരുന്നെങ്കിൽ ഞാൻ വെറുതെ ഇരിക്കില്ലായിരുന്നു പറഞ്ഞു. ഹരീഷ് പറഞ്ഞു, ഏട്ടാ ഇങ്ങനൊന്നും സമാധാനത്തെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇവർ ചെയ്ത ക്രൂരത എന്താണെന്നറിയാലോ, എന്തിനാ നമ്മൾ സഹിക്കുന്നതെന്ന് ചോദിച്ചു. ക്ഷമിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. സുഭാഷ് പറഞ്ഞു, ഒരു തവണത്തേക്ക് പോട്ടടാ, നിധിയുടെ അച്ഛനും സഹോദരനൊക്കെ ആയി പോയില്ലേ, അതുകൊണ്ട് മാത്രം ഈ സ്ഥാനത്ത് വേറെ ആരാണെങ്കിലും ഞാൻ വെറുതെ വിടില്ല. കാരണം എൻ്റെ അനുജന്മാരുടെ ദേഹത്ത് ഒരു തുള്ളി മണ്ണ് വീണിട്ടുണ്ടെങ്കിൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല. അപ്പോഴാണ് അവനെ അടിച്ച് ഈ പരുവാക്കിയിട്ടത്. എനിക്ക് സഹിക്കാനും ക്ഷമിക്കാനും പറ്റുന്ന കാര്യമായിരുന്നില്ല. ഒരു തവണത്തേക്ക് മാത്രം ഞാൻ ക്ഷമിച്ചേക്കുന്നു. പക്ഷേ ഇമാതിരി പരിപാടിയായിട്ട് മേലെ ഞങ്ങളുടെ വീട് പരിസരത്തേക്ക് വന്നാണ്ടല്ലോ, ഇതുപോലൊന്നും ആയിരിക്കില്ല സുഭാഷിൻ്റെ ഒരു മുഖം മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് സുഭാഷ് വെല്ലുവിളിക്കുകയാണ്. ഈ സമയം നിധിയുടെ അടുത്ത് നിന്നിട്ട് രാജീവ് പറഞ്ഞു, മോളെ നീയെങ്കിലും ഞങ്ങളെന്ന് വിശ്വസിക്കുക, ഇവര് കള്ളത്തരോ പറയണേ, അല്ലാതെ സത്യമൊന്നും അല്ല പറഞ്ഞിരിക്കണേന്ന് പറഞ്ഞു. സുധീഷ് പറഞ്ഞു, കള്ളത്തരവോ? നിങ്ങളെന്നെ വെല്ലുവിളിച്ച കാര്യങ്ങളും മറന്നുപോയെന്ന് ചോദിച്ചു. അപ്പോഴേക്കും നിധി ചോദിച്ചു, വെല്ലുവിളിച്ചോ? അതെ, വെല്ലുവിളിച്ചിട്ടുണ്ടായിരുന്നു. നിധിക്കറിയാവോ, അന്ന് നിധിയെ ഫോൺ വിളിച്ച് പറഞ്ഞില്ലേ നിധിയുടെ അച്ഛനെ ഞാൻ കണ്ടെന്നൊക്കെ, കാറിൽ കയറ്റിക്കൊണ്ട് പോയെന്ന്. അന്ന് നിധിയുടെ അച്ഛൻ എന്നെ വെല്ലുവിളിച്ചു, ഒരാഴ്ചയ്ക്കുള്ളിൽ നിധിയെ ഞാൻ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നു, എൻ്റേതാക്കി മാറ്റൂന്ന്, നിന്നെ ഞാൻ അവിടുന്ന് പറഞ്ഞയക്കുമെന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ചു. ഒരാഴ്ച വേണ്ടി വന്നില്ല, ഒറ്റ ദിവസം കൊണ്ട് നിധിയുടെ അച്ഛൻ അങ്ങോട്ടേക്ക് വന്നു. പിന്നീട്
ഞാൻ ഇവിടെ വന്നതിന് ശേഷം എനിക്കുണ്ടായ പീഡനങ്ങൾ എന്താണെന്ന് നിധിക്ക് അറിയാമെന്ന് ചോദിച്ചു. നിധി പറഞ്ഞു, എന്താ സുധീഷേ, എനിക്കൊന്നും അറിയണ്ടായിരുന്നില്ലെന്ന് പറഞ്ഞു. നിധിക്കറിയാവോ, ഒരു ദിവസം നിധി വന്നു കഴിഞ്ഞപ്പോൾ നിധി നോക്കിക്കഴിഞ്ഞപ്പോൾ ഞാൻ തറയിലിരിക്കുന്നത് കണ്ടില്ലേ? ആ കണ്ടു. നിധിയോട് എന്താ പറഞ്ഞേ? അതൊക്കെ ഞങ്ങൾ അഭിനയിക്കുവന്നല്ലേ പറഞ്ഞേ? അതൊന്നും ആയിരുന്നില്ല സത്യം. സെറ്റിയെ പോലും കയറ്റിയിരുത്താൻ ഇവരൊക്കെ മടിച്ചു. അവിടെ പോലും എന്നെ ഇരുത്തുന്നുണ്ടായിരുന്നില്ല, എന്നെ തറയിലാണ് ഇരുത്തിയത്. നിധി വന്നു കഴിഞ്ഞപ്പോൾ നിധി അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവർ ഡ്രാമ കളിച്ചു. അതുപോലെ എത്രയെത്ര അവസരങ്ങൾ ഇടയ്ക്കിടയ്ക്കിടെ കുത്തി നോവിച്ചുകൊണ്ടിരുന്നു. നിധി പറഞ്ഞു, എന്നിട്ട് എന്താ സുധീഷ് എന്നോട് ഇത് പറയാതിരുന്നേ? അത് പിന്നെ നിധിയുടെ മനസ്സിനെ വേദനിപ്പിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാ. നിധിക്ക് സന്തോഷം കിട്ടുന്ന കാര്യമല്ലേ ഇവിടെ നിൽക്കാന്ന് പറഞ്ഞാൽ, അതുകൊണ്ട് നിധിയുടെ മനസ്സിനെ വേദനിപ്പിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് മാത്രം ഞാൻ ആ കാര്യങ്ങളൊന്നും പറയാതിരുന്നേന്ന് പറഞ്ഞു. എന്നാലും ഇത് കുറച്ച് കഷ്ടമായിപ്പോയി സുധീഷെ, ഒരു വാക്കെങ്കിലും എന്നോട് പറയായിരുന്നു. എനിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ത്യാഗം സഹിക്കേണ്ട കാര്യമില്ലായിരുന്നു. അപ്പോഴേക്കും രാജു വന്ന് നിധിയുടെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, മോളെ നീ ഞാൻ പറയുന്നത് കേൾക്കോ, എന്നെ വിടാനല്ലേ പറഞ്ഞു വെച്ചിട്ട് ഒറ്റ തട്ടായിരുന്നു. രാജു തെറിച്ചു പോയി. തൊട്ടുപോയേക്കരുത് തന്നെ, തൊടാനുള്ള യോഗ്യത പോലും നിനക്കില്ല എന്ന് പറഞ്ഞു. അച്ഛനാന്നും പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. ഒരു മകളുടെ വേദന എന്താണെന്നും സന്തോഷം എന്താണെന്നും അറിയാൻ പഠിക്കണം. അതുപോലും അറിയത്തില്ല ഇത്രയും കാലം. നാണം ഉണ്ടോ നിൽക്കുമെന്ന് ചോദിച്ചു. പിന്നീട് നിധി അകത്തേക്ക് കയറിപ്പോയി. സുധീഷിനും തൻ്റെ ഭാഗം എടുത്തുകൊണ്ട് വന്നു. ഇനി ഒരു നിമിഷം പോലും ഞാൻ ഈ വീട്ടിൽ നിൽക്കില്ല, ഞാൻ പോയേക്കോന്ന് പറഞ്ഞു. ബാ സുധീഷേ, സുഭാഷേട്ടാ നമുക്ക് പോകാമെന്ന് പറഞ്ഞു. ഇനി ഇവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞു. നിധി അങ്ങനെയും കൂടെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അരുണിനൊക്കെ ഭയങ്കര സങ്കടവും ദേഷ്യമായി. ഇത്രയും കഷ്ടപ്പെട്ടത് വെറുതെ ആയല്ലോ എന്നൊരു ചിന്ത. അരുൺ വന്നിട്ട് പറഞ്ഞു, നിധി ഞങ്ങൾ പറയുന്നൊന്നും കേൾക്ക, എല്ലാം നിന്റെ നന്മയെ കരുതിയിട്ടാ. നന്മ മണ്ണാങ്കട്ട, മിണ്ടാതിരുന്നോ? എൻ്റെ ജീവിതം, എൻ്റെ ഭാവി തന്നെ തുലയ്ക്കാൻ നോക്കിയാലോ നിങ്ങൾ. എന്നിട്ട് പിന്നെ എൻ്റെ നന്മയാന്ന് പോലും. നിങ്ങൾ എപ്പോഴും നിങ്ങളെ മാത്രം സ്നേഹിച്ചിട്ടുള്ളൂ, അല്ലാതെ എന്നെ സ്നേഹിച്ചിട്ടില്ല. അതിൻ്റെ ഉത്തമ ഉദാഹരണം ഇപ്പം നടന്നേ. ഇതൊന്നും സഹിച്ച് ക്ഷമിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്ന കാര്യമില്ല. ഇനി എനിക്ക് പറ്റില്ല. നിങ്ങളെ എനിക്ക് കാണോ പോലും വേണ്ടാന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് എന്ത് ചെയ്തു? നിധി സുഭാഷിനോടൊപ്പം പുറത്തേക്ക് ഇറങ്ങുവാണ്. പിന്നീട് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും സുഭാഷിൻ്റെയൊക്കെ മുന്നിൽ നിൽക്കുന്ന കൈ പോപ്പാണ്. സോറി കേട്ടോ സുഭാഷ് ചേട്ടാ, എൻ്റെ വീട്ടുകാർ ചെയ്തേനെ ഞാൻ നിങ്ങളോട് സോറി ചോദിക്കുമെന്ന് പറഞ്ഞു. സുധീഷ് ചോദിച്ചു, എന്തിനാ സോറി പറയണേ? സുധീഷേ, ഞാൻ കാരണം സുധീഷിന് കുറേ തല്ലു കൊള്ളാണ്ടായിട്ട് വന്നല്ലേ. സാരമില്ല നിധി, ഇതൊക്കെ ജീവിതത്തിലുണ്ടാകുന്ന കാര്യങ്ങളാണ്, അതൊന്നും ഓർത്ത് നീ വിഷമിക്കേണ്ടെന്ന് പറഞ്ഞു. സുഭാഷ് പറഞ്ഞു, ഇനിയിപ്പോൾ അധിക സമയം ഇവിടെ നിൽക്കേണ്ട, നമുക്ക് പോയേക്കാന്ന് പറഞ്ഞു. ആ സമയം സുധീഷ് പറഞ്ഞു, ഒരു കാര്യമുണ്ട്, ഇപ്പം ഞാൻ വരാം. എന്താടാ? ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി. അകത്തേക്ക് എന്ന് കഴിഞ്ഞപ്പോൾ ഇടിവെട്ടേറ്റ പോലെ നിൽക്കുകയാണ് അരുണിനും രാജീവനും ഒക്കെ. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അങ്ങനെ ചെന്നിട്ട് അരുണിൻ്റെ കാരണം തീർത്ത് നാളിന് അങ്ങോട്ട് പൊട്ടിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഇതെന്തിനാണെന്നറിയാവോ? എന്നെ ഇഞ്ച ചതയ്ക്കുന്ന പോലെയാ നിന്റെ ഗുണ്ടകൾ അവിടെ ഇട്ട് തന്നെ ചതച്ചേ. അപ്പം രണ്ടെണ്ണം തിരിച്ച് നിൽക്കിട്ട് ഞാൻ തരണ്ടേ? തടസ്സം പിടിക്കാൻ രാജീവ് വന്നു. രാജീവ് വന്നിട്ട് സുധീഷിനെ തല്ലാൻ തുടങ്ങുമ്പോഴത്തേന് ആ കയ്യിലേക്ക് അവിടെ കയറി പിടിച്ചു. പ്രായത്തിന് മൂത്താന്നൊരു ബഹുമാനം കൊണ്ടാണ് ഞാൻ നിങ്ങളെ തല്ലാതെ. അതും കൂടെ കൂടി ഞാൻ നിങ്ങളുടെ മകന് കൊടുക്കുന്നുണ്ട്. എൻ്റെ നേരെ കൈ പോയിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ കൈ ഇനി പൊങ്ങില്ല എന്ന് പറഞ്ഞു. രാജീവനും പേടിച്ചു പോയി. അരുണ്ട് വീണ്ടും തല്ലു കൊടുക്കുന്നുണ്ട്. പിന്നീട് അവിടെ ഇരുന്ന കാറിൻ്റെ കീ എടുത്തു. എന്നെ തട്ടിക്കൊണ്ടു പോകാനായിട്ടേ കൊണ്ടായ കാറത്. ഈ കാർ ഞാനങ്ങോട്ട് കൊണ്ടുപോയപ്പോൾ തൽക്കാലത്തേക്ക് ഞങ്ങൾക്ക് പോകണമല്ലോ. ഇനി ഇപ്പോഴേ നിങ്ങൾക്ക് കാറ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡ്രൈവറെ വിടുക, ആരെങ്കിലും പറഞ്ഞു വിട്ടേരെ, കാറ് ഞാൻ തന്നു വിട്ടവളാന്ന് പറഞ്ഞു. അതും പറഞ്ഞിട്ട് പോട്ടെ അമ്മായിച്ചാന്ന് പറഞ്ഞിട്ട് മാസ് ഡയലോഗും പറഞ്ഞിട്ട് സുധീഷ് നല്ല സിനിമ സ്റ്റൈലിൽ പുറത്തേക്ക് ഇറങ്ങി വരിക. അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് ഹരീഷിനോടൊക്കെ പറഞ്ഞ് നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അല്ല നമ്മളെങ്ങനെയാണ് പോണേ? പോകുന്ന എങ്ങനെയാണോ? ദേ ഈ കാറിന് പോകാമെന്ന് പറഞ്ഞു. അല്ല അത് പിന്നെ കാറിന് പോകാമെന്ന് പറഞ്ഞാൽ അത് ഇവിടുത്തെ കാറില്ലേ, സാരമില്ല. അല്ല നമുക്ക് പോകണേ 4 പേർക്കല്ലേ പോകാൻ പറ്റുള്ളൂ ബൈക്കിനൊക്കെ. അത് വേണ്ട, 5 പേർക്ക് പോകണം, 5 പേരുണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് കാറിന് പോയാൽ മതി എന്ന് പറഞ്ഞു. ബാക്കി പിന്നീടെന്ന് പറഞ്ഞു. അല്ലടാ അപ്പോൾ കാറോ? അതൊക്കെ വേണേ അവർ വന്ന് എടുത്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ സന്തോഷത്തോട് കൂടിയിട്ട് അവിടുന്ന് കാറിലേക്ക് കയറി. സുധീഷിൻ്റെ ഒപ്പം മുൻ സീറ്റിൽ തന്നെയാണ് നിധി ഇരിക്കുന്നത്. നിധിക്കാണ് ഭയങ്കര വിഷമം. നിധി ഒന്നും മിണ്ടുന്നില്ല. സുഭാഷ് ചോദിച്ചു, എന്ത് പറ്റി മോളേന്ന് ചോദിച്ചു. അല്ല സുഭാഷ് ചേട്ടൻ, ഞാൻ കാരണമൊക്കെയല്ലേ ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടായത്. സാരമില്ല, അത് പോട്ടെ, അത് കഴിഞ്ഞ കാര്യമല്ലേ. ഇനിയിപ്പം നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. എന്നാലും ഞാൻ കാരണം കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായില്ലേ. എന്ത് പ്രശ്നം ഉണ്ടാവാനായിട്ട്? ഇതൊക്കെ ജീവിതത്തിലൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഭാഗ്യത്തിന് അപകടമൊന്നും ഉണ്ടായില്ലോ. നിനക്കും സുധീഷിനും എന്തെങ്കിലും സംഭവിച്ചു പോയായിരുന്നെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റില്ലായിരുന്നു പറഞ്ഞു. സുധീഷ് പിന്നെ കാർ നിർത്തിയിട്ടു. നിധിയെ സമാധാനിപ്പിക്കണം. നിധി കരയുവാണ്. എന്തിനാ കരയണേ? എനിക്കൊന്നും സംഭവിച്ചില്ലല്ലോ. അല്ല സുധീഷിനെ പിടിച്ചുകൊണ്ട് പോയിട്ട് അവന്മാരെന്തെങ്കിലും ചെയ്തായിരുന്നെങ്കിലോ, കൊല്ലുകയോ മറ്റോ ചെയ്തായിരുന്നെങ്കിൽ പിന്നെ എനിക്ക് ഈ ജീവിതത്തിൽ സ്വസ്ഥത സമാധാനം കിട്ടുമോയെന്ന് ചോദിച്ചു. അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ സുധീഷിനൊരു സന്തോഷ സമാധാനമായി. അപ്പോൾ ഇവൾക്ക് തന്നോട് ഇഷ്ടമുണ്ട് എന്നൊരു തോന്നൽ മനസ്സിലേക്ക് വന്നു.
ഒടുവിൽ അവരങ്ങനെ വീട്ടിലേക്ക് വരുമ്പം ഭാസ്കരൻ സിറ്റൗട്ടിൽ തന്നെ കിടക്കുന്നുണ്ടായിരുന്നു കട്ടിലേൽ. ഭാസ്കരൻ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഭാസ്കരൻ പുറത്ത് കാണിക്കുന്നില്ലെന്നോ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാം ഭാസ്കരൻ്റെ ഉള്ളിൽ നിൽക്കുന്നൊരു സ്വഭാവമാണല്ലോ. അങ്ങനെ അവർ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഭാസ്കരൻ എഴുന്നേറ്റു. അതിന് ശേഷമാണ് ഒന്ന് നീണ്ടു നിവർന്ന് കിടക്കുന്നത്. എന്താ എങ്ങനെയാന്ന് ചോദിച്ചു പോലും ഇല്ല. അകത്ത് കയറി കഴിഞ്ഞപ്പോൾ നികേഷ് പറഞ്ഞു, കണ്ടില്ലേ അച്ഛനാണ് പോലും എന്ത് പറ്റിയെന്ന് പോലും ഒന്നും ചോദിച്ചില്ല, ഒരക്ഷരം പോലും ചോദിച്ചോന്ന് ചോദിച്ചു. സാരമില്ല വിട്ട് കളയടാന്നൊക്കെ പറഞ്ഞ് സുഭാഷ് സമാധാനിപ്പിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ നല്ല നല്ല കഥകളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത്. അതിനുമുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.